Dear students, in the last class we learnt about the theory behind NMR spectroscopy, and let us discuss a selection rule for NMR transitions or nuclear magnetic resonance transitions. It is delta Mi equal to plus or minus 1. That is, a transition can take place from the lower energy state to the next higher energy state, and the frequency at which such a transition takes place is given by a mu equal to Gn Bn B0 by H, where Gn is the nuclear G factor, beta n is the nuclear magneton, and B0 is the applied magnetic field, and H is the Planck's constant. The resonance condition at which energy is absorbed by the nucleus is exciting to the higher energy state, and so a signal results in the spectrum. Since the energy levels are equally spaced and selection rule allows only transitions between adjacent levels, a collection of identical non-interacting nuclei would give a single NMR absorption spectroscopy. The frequency of the electromagnetic radiation required to effect a transition between nuclear magnetic energy levels depends on the strength of the applied field. Transitions between nuclear energy levels can be effected only in the presence of an applied magnetic field. നമ്മുടെ സ്പിന്നിങ് ന്യൂക്ലിയസ് സ്പിന്നിങ് ന്യൂക്ലിയസിന് രണ്ട് അവസ്ഥകളുണ്ട്. രണ്ട് അവസ്ഥകൾ എന്ന് പറയുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു B0 എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് അവസ്ഥകളിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് പ്ലസ് ഹാഫ് സ്പിൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ എനർജി ലെവലില്, അതില് ന്യൂക്ലിയസിന്റെ സ്പിൻ എന്ന് പറയുന്നത് അലൈൻഡ് വിത്ത് ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതായത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇതിന്റെ സ്പിന്നും ഇരിക്കുന്നത്. ഇനി വേറൊരു ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹാഫ് സ്പിൻ സ്റ്റേറ്റ് ആണ്. ഹാഫ് സ്പിൻ സ്റ്റേറ്റില് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എതിർവശത്താണ് ന്യൂക്ലിയസിന്റെ സ്പിൻ. അതുകൊണ്ടാണ് മൈനസ് ഹാഫ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ന്യൂക്ലിയർ എനർജി ലെവൽസ് ആണ് ഉണ്ടാവുക. അപ്പൊ താഴെ ഇരിക്കുന്ന ന്യൂക്ലിയസിന് വേണമെങ്കിൽ മുകളിലത്തെ ലെവലിലേക്ക് ചാടി പോകാൻ പറ്റുമ്പോ, അതിന് വേണമെങ്കിൽ അങ്ങനെ ചാടി പോകണമെങ്കിൽ അതിന് നമുക്ക് എനർജി സപ്ലൈ ചെയ്യണം ഇൻ ദ ഫോം ഓഫ് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ന്യൂക്ലിയർ ട്രാൻസിഷൻ സ്റ്റേറ്റ് നടക്കും. ഇനി എപ്പോഴും താഴത്തെ എനർജി ലെവലിനെ നമ്മൾ പ്ലസ് ഹാഫ് എന്നും മുകളിലത്തെ എനർജി ലെവലിനെ മൈനസ് ഹാഫ് എന്നുമാണ് വിളിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഹൈഡ്രജൻ, ഇത് പ്രോട്ടോണിന്റെ മാഗ്നറ്റിക് റെസൊണൻസ് ആണ്, സ്പെക്ട്രോസ്കോപ്പി ആണ്. ഹൈഡ്രജൻ 1 എന്ന് പറഞ്ഞ ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പിൻ ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് ഹാഫ് ആണെന്ന് പഠിച്ചു. അതുകൊണ്ടാണ് രണ്ട് സ്റ്റേറ്റ് വരുന്നത്, മൈനസ് ഹാഫും പ്ലസ് ഹാഫും. ഞാൻ പറഞ്ഞു MIയുടെ വാല്യൂസ് എന്ന് പറയുന്നത് മൈനസ് I, സ്പിൻ ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂസിലെ -I to +I എന്ന് പറഞ്ഞ വാല്യൂസ് ആണ് വരിക. അപ്പൊ ഇതാണ് ആ സ്റ്റേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പ്ലസ് ഹാഫും മൈനസ് ഹാഫും. എനർജി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ മൈനസ് ഹാഫിന് എനർജി കൂടുതലാണ്, ഇതിന് എനർജി കുറവാണ്. ഇവിടെ പ്ലോട്ട് ചെയ്യണത്, ഈ എക്സ് ഡയറക്ഷനിൽ നമ്മൾ പ്ലോട്ട് ചെയ്യണത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതനുസരിച്ച് ഇവിടെ ന്യൂക്ലിയർ ട്രാൻസിഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറയുന്നത്, നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പൊ രണ്ട് വിധത്തിൽ നമുക്ക് NMR ചെയ്യാൻ പറ്റും. രണ്ട് വിധത്തിൽ NMR ചെയ്യാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡില് വ്യതിയാനം വരുത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി വേവ്സിന്റെ എനർജിയിൽ വ്യത്യാസം വരുത്തുന്നു. അങ്ങനെ രണ്ട് വിധത്തിൽ നമ്മൾ ചെയ്യാം. രണ്ട് വിധത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് സ്റ്റേറ്റിൽ നിന്ന് മൈനസ് ഹാഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിനാണ് നമ്മൾ റെസൊണൻസ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജിക്ക് അല്ലെങ്കിൽ റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് കറക്റ്റ് ഈ എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ള എനർജിയാണ് അല്ലെങ്കിൽ റേഡിയേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ന്യൂക്ലിയസ് ഇങ്ങോട്ടേക്ക് ചാടും. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്.
That is called resonance. അപ്പൊ നമുക്ക് റെസൊണൻസ് സമയത്ത് എത്ര അബ്സോർബ് ചെയ്തു, എത്ര റേഡിയോ ഫ്രീക്വൻസി വേവ്സ് അബ്സോർബ് ചെയ്തു എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ് സ്പെക്ട്രോമീറ്ററിൽ. ഓക്കെ, അപ്പൊ ഇതാണ് സാധാരണയായിട്ട് ചെയ്യണത്. ഈ സാധാരണയായിട്ട് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 1 to 5 ടെസ്ലയാണ്. അപ്പൊ 1.4092 ടെസ്ലയാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രോട്ടോണിന്റെ GN, ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്, 5.585 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രീക്വൻസി, റേഡിയേഷന്റെ ഫ്രീക്വൻസി, ഒരു ട്രാൻസിഷൻ നടക്കാൻ വേണ്ടി റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പൊ 60 മെഗാഹേർട്സ് ആയിരിക്കും. 60 മെഗാഹേർട്സ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി കൊടുക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിന് 2.3487 ടെസ്ല അത്രയാണ് കൊടുക്കണമെങ്കിൽ അപ്പൊ ന്യൂ മാറും, GN മാറ്റം വരുന്നില്ല, പക്ഷെ ന്യൂ മാറും. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി മാറും. അപ്പൊ ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 100 മെഗാഹെർട്സ് ആണ്. കൂടുതൽ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യണം, 100 മെഗാഹെർട്സ് റെസൊണൻസിന് വേണ്ടി. So, under such applied field strength, electromagnetic radiation in the radio frequency region can promote proton magnetic resonance. ഇതിനെയാണ് നമ്മൾ റെസൊണൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു, പിന്നെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് GN, പ്രോട്ടോൺ എപ്പോഴും GN ന്യൂക്ലിയർ മാഗ്നറ്റോൺ കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, 5.585 ആണ്. അതനുസരിച്ച് എത്ര ഫ്രീക്വൻസി വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി. അതായത് ഇവിടെ ഇരിക്കുന്ന ന്യൂക്ലിയസിന് ഇങ്ങോട്ട് ചാടാൻ വേണ്ടി നമുക്ക് എത്ര റേഡിയോ ഫ്രീക്വൻസി വേവ്സ്, എനർജി ഉള്ള റേഡിയോ ഫ്രീക്വൻസി വേവ്സ് സപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പറ്റി സൂട്ടബിൾ ഒരു പ്രോബ്ലം, ആ കാൽക്കുലേഷന് പറ്റിയ ഒരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. Given that for the proton H11 GN equal to 5.585 and that the nuclear magneton beta n is equal to, beta n വേറൊരു നൊട്ടേഷൻ mu n ആണ്, രണ്ട് സെയിം ആട്ടോ, 5.05 into 10 raised to minus 27 joule per Tesla. Calculate the NMR frequency of the proton in a magnetic flux density of 1.0492 Tesla. നമ്മൾ പഠിച്ചതാണ് മ്യൂവിന്റെ ഇക്വേഷൻ GN ബീറ്റ n B0 by H ആണ്. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. GN 5.585 ആണ്, ബീറ്റ n ഇറ്റ്സ് എ കോൺസ്റ്റന്റ് 5.05 into 10 raised to minus 27 ജൂൾ പെർ ടെസ്ലയാണ്. B0 അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അത് 1.0492 ടെസ്ല എന്ന് എഴുതിയിട്ടുണ്ട്. H എന്ന് പറയുന്നത് 6.625 into 10 raised to minus 34 ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷന് 60 മെഗാഹെർട്സ് ആണ്. ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി കൊടുക്കുകയാണ്. സപ്പോസ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പുതിയ ഒരെണ്ണം 2.3487 ടെസ്ല ആക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോണ ആൻസർ 100 മെഗാഹെർട്സ് ആണ്. അതായത് നമ്മളപ്പോ 100 മെഗാഹെർട്സ് ഫ്രീക്വൻസിയുള്ള റേഡിയോ വേവ്സ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ റെസൊണൻസ് നടക്കണേ. Okay, so this is how it is done. Now let us discuss larmor precision frequency. നമുക്കറിയാവുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോള് മാഗ്നറ്റിക് ഫീൽഡിന് നേരെ പാരലായിട്ട് ഓറിയന്റ് ചെയ്യും, അല്ലെങ്കിൽ ആന്റി പാരലായിട്ട് ഓറിയന്റ് ചെയ്യും. അപ്പൊ ഒരു പ്രസിഷൻ വരും. പ്രസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the motion of the nucleus such that its rotational axis draws out a circle perpendicular to the applied field is called precision or larmor precision. It's also called larmor precision. Precision എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പമ്പരം കറങ്ങണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പമ്പരം കറങ്ങുന്ന ആ മോഷനെയാണ് നമ്മൾ വിളിക്കുന്നത് precision എന്ന് പറയുന്നത്. Precision correct definition എന്ന് പറയുന്നത് motion of the nucleus in which the rotational axis draws out a circle perpendicular to the applied field is called precision. Precision ഉള്ള ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. precision ഉള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കണ്ടെത്തിയായിരുന്നു.
ന്യൂ ഈക്വൽ ടു ജി എൻ ബീറ്റ എൻ ബി സീറോ ബൈ എച്ച് ആണ്. അത് തന്നെയാണ് precision ഉള്ള ഫ്രീക്വൻസിയും. ഒമേഗ ഈക്വൽ ടു ജി എൻ ബീറ്റ എൻ ബി സീറോ ബൈ എച്ച്, where gn is the nuclear g factor and beta n is the nuclear magneton. Thus, the precessional frequency of the spinning nucleus is exactly equal to the frequency of the electromagnetic radiation required to induce a transition between the nuclear magnetic energy levels. അതായത് നമ്മൾ നേരത്തെ കണ്ട ന്യൂവും ഒമേഗയും സെയിം വാല്യൂ തന്നെയാണ്. നേരത്തെ കണ്ട ന്യൂ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി ആയിരുന്നു, റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഒമേഗ എന്ന് പറയുന്നത് precision ഫ്രീക്വൻസിയാണ്. അതായത് ഒരു പമ്പരം പോലെ ന്യൂക്ലിയസ് എത്ര വേഗതയിൽ കറങ്ങും എന്നുള്ളതിന്റെ ആണ് precision ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ടേമാണ് precision ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂവും precision ഫ്രീക്വൻസി ആയ ഒമേഗയും സെയിം ആണ്. ഇതാണ് ന്യൂക്ലിയസ്. നോക്കിക്കേ, ഈ ഒരു എക്സാക്ട് ഒരു സർക്കിൾ ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി ഉണ്ടാക്കണ്ട്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. ഇത് ഇതിന്റെ ആക്സിസ് ആണ്. ഓക്കെ, ഇത് കറങ്ങണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സർക്കിൾ ആണ് ഇത് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ precision ഫ്രീക്വൻസി അല്ലെങ്കിൽ precisional ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോള്. For a proton, if the applied field is 1.4092 Tesla, the precisional frequency will be 60 megahertz. നേരത്തെ പറഞ്ഞായിരുന്നു ന്യൂ ഈക്വൽ ടു 60 മെഗാഹെർട്സ് എന്ന് നമുക്ക് ഇവിടെ പ്രോബ്ലത്തില് ആൻസർ ആയിട്ട് കിട്ടിയതാണ്. 1.4092 ടെസ്ലയാണ് ഉപയോഗിക്കണമെങ്കിൽ. The precisional frequency of a proton is directly proportional to the strength of the applied field. ഫീൽഡ് കൂട്ടുന്ന അനുസരിച്ച് precisional ഫ്രീക്വൻസിയും കൂടും. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ B0 അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് 2.3487 ടെസ്ലയിലേക്ക് കൂട്ടുകയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ അല്ലെങ്കിൽ precisional ഫ്രീക്വൻസിയുടെ വാല്യൂ 100 മെഗാഹെർട്സ് ആവും. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് കൂടി? ഒമേഗയും കൂടി അല്ലെങ്കിൽ precisional ഫ്രീക്വൻസിയും കൂടി. ഇതാണ് ലാർമർ precision ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് രണ്ട് തരത്തില് NMR സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാം. ഒന്ന് നമുക്ക്, ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് തരത്തില്, ഒന്ന് നമുക്ക് അപ്ലൈഡ് ഫീൽഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഇതിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാം? റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കാം. എന്നിട്ട് എവിടെയാണ് അബ്സോർപ്ഷൻ നടക്കണേന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ NMR ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്നത് ഫ്രീക്വൻസി സ്വീപ്പ് ഇൻസ്ട്രുമെന്റ് എന്നാണ്. അതായത് ഫ്രീക്വൻസിയിലാണ് മാറ്റം വരുത്തുന്നത്. മാഗ്നറ്റിക് ഫീൽഡായ B0 കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഒരു മെത്തേഡ് ഓഫ് ഡൂയിങ് NMR സ്പെക്ട്രോസ്കോപ്പി. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഡൂയിങ് NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുത്തെ ഫ്രീക്വൻസി റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുത്തുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് വാല്യൂ അല്ല, അതിന് വ്യത്യാസം വരുത്തുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഇസ് വേരിഡ്. അങ്ങനെയാണ് നമ്മൾ NMR ചെയ്യണമെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഫീൽഡ് സ്വീപ്പ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ചേഞ്ചിങ്, ഫീൽഡ് സ്വീപ്പ് ഇൻസ്ട്രുമെന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് NMR മേടിക്കാൻ കിട്ടും. ഒന്ന് ഫ്രീക്വൻസി സ്വീപ്പ് ആണ്, അവിടെ ഫ്രീക്വൻസി ആണ് വേരി ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. വേറൊന്ന് ഫീൽഡ് സ്വീപ്പ് ആണ്. ഫീൽഡ് സ്വീപ്പിലും മാഗ്നറ്റിക് ഫീൽഡ് ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്, ഫ്രീക്വൻസി വേരി ചെയ്യാണ്. ഒരു സ്പെക്ട്രോമീറ്റർ in which the sample is continuously exposed to radio frequency radiation while B0 or nu is varied so as to scan the spectrum is called a continuous wave spectrometer. Continuous wave spectrometer. അതായത് റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ നമ്മൾ സാമ്പിളിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സിനെ വിളിക്കുന്നത് കണ്ടിന്യൂസ് വേവ് NMR സ്പെക്ട്രോമീറ്റേഴ്സ് എന്നാണ്. So this is how NMR is done. Now the construction of instruments making use of the field sweep.
field sweep എന്ന് പറഞ്ഞാൽ magnetic field is varied. Varying B0 while frequency is maintained constant is easier and cheaper. Majority of the low-cost NMR machines use the field sweeper method. In such an instrument, the field strength is varied by fixing small electromagnets to the pole faces of the main magnets. By increasing the current flowing through these electromagnets, the total field strength is increased. അതായത് ഏറ്റവും ചീപ്പായിട്ടുള്ള NMR ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ ഫീൽഡ് സ്വീപ്പ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫീൽഡ് സ്വീപ്പിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യാൻ വേണ്ടി ശരിക്കുമുള്ള മെയിൻ മാഗ്നറ്റിന്റെ കൂടെ ചെറിയൊരു ഇലക്ട്രോ മാഗ്നറ്റ് കണക്ട് ചെയ്യും. എന്നിട്ട് അതിലേക്കുള്ള കറണ്ടിന്റെ ഫ്ലോ നമ്മൾ മോണിറ്റർ ചെയ്യും. കറണ്ടിന്റെ ഫ്ലോ കൂട്ടുകയോ കുറയ്ക്കുകയോ അതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയോ കുറയോ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഫീൽഡ് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന NMR ഇൻസ്ട്രുമെന്റ്സ്. കാരണം ഇതിന്റെ ലോ കോസ്റ്റ് ആണുള്ളൂ. അപ്പൊ ഫീൽഡ് സ്വീപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ used than the frequency sweep instruments. Okay, thank you. With this, I end today's class. Okay, thank you.